ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിനായി രൂപീകരിച്ച ഇഒഎഫിന്റെ ആദ്യ ഈസ്റ്റർ വിഷു വിപണന മേളയ്ക്ക് തുടക്കമായി. കലക്ട്രേറ്റ് മൈതാനിയിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. വയനാടൻ ജൈവ വിഭവങ്ങൾ തുടങ്ങി 22 സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്. ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റത്തിൽ മാറ്റി നിർത്തപ്പെട്ട ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ഇത്തരത്തിലൊരു മേള സംഘടിപ്പിച്ചത്. വ്യാപാരികളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 രൂപീകരിച്ച ഓൺട്രപ്രണേഴ്സ് ഓണേഴ്സ് ഫെഡറേഷൻ ഇഒഎഫ് ആണ് ഇത്തരത്തിലൊരു മേളയുമായി രംഗത്തെത്തിയത്. നഴ്സറി, വയനാടൻ ജൈവ വിഭവങ്ങൾ, സ്റ്റേഷനറി, ഫാൻസി ഐറ്റംസ്, നാട്ടുവൈദ്യം, തുണിത്തരങ്ങൾ, സ്പൈസസ്, ജ്വല്ലറി, ഹെർബൽ പ്രൊഡക്ട്സ്, ഖാദി ഗാർമെന്റ്സ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്. ഇഒഎഫിന്റെ ആദ്യ സംരംഭമാണ് വിഷു ഈസ്റ്റർ വിപണനം. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഓൺലൈനായി വിപണനം ചെയ്യാൻ സാധിക്കാത്തതാണ് ഇത്തരത്തിലൊരു വിപണി കണ്ടെത്താൻ പ്രേരിപ്പിച്ചതെന്ന് ഓൺട്രപ്രണേഴ്സ് ഓഫ് ഓണേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി രചന സുഗുണൻ പറഞ്ഞു. ഓൺലൈൻ വ്യാപാരത്തിന്റെ കുത്തൊഴുക്കിൽ നിന്ന് നമ്മളെപ്പോലുള്ള ചെറുകിട സംരംഭകരെ രക്ഷിക്കുക ഇതിലാണ് നമ്മളൊരു സംഘടന രൂപീകരിച്ചത്. അതാണ് എന്റർപ്രൈസ് ഓണേഴ്സ് ഫെഡറേഷൻ. സ്റ്റാൾ വൈസ് ആകുമ്പോൾ നേരിട്ട് ആൾക്കാർ കണ്ടെടുക്കും. അപ്പോൾ ഇവർക്കൊന്ന് ഓൺലൈൻ ചെയ്യാനുള്ള ഒരിതോ പിന്നെ മറ്റുള്ള കടകളിൽ കൊടുത്ത് യഥാസമയം ക്യാഷ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാള് ഓണം വിഷു സ്റ്റാളാണ് എല്ലാവർക്കും കച്ചവടം കിട്ടുന്നത്. ഇവർ നിൽക്കുന്നവരൊക്കെ ആ സ്റ്റാൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. കല്യാണം വരെ നടത്തുന്നത് ഈ സ്റ്റാളിലെ വേതനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് കച്ചവടം നടക്കും, എല്ലാവർക്കും നല്ല തോതിൽ തന്നെ കച്ചവടം നടക്കും വിഷു ഓണം. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ രീതിയിൽ സംരംഭകരെ കൂട്ടി യോജിപ്പിച്ച്, കൂട്ടായ്മ തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു. ഈ ഒരു കൂട്ടായ്മയെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കെല്ലാം ചെറിയ തോതിൽ സ്റ്റാളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതായത്. അതുകൊണ്ട് തന്നെ ഓണം, വിഷു തുടങ്ങി വിപണന മേള കൂടാതെ മറ്റു സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സ്റ്റാളുകൾ തയ്യാറാക്കി ഇഒഎഫിൽ ഉള്ള അംഗങ്ങളെ ചേർത്തുകൊണ്ട് വിപണനം നടത്താനുമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷുമേളയോടൊപ്പം നമ്മുടെ ഫലവൃക്ഷങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ച്, അതായത് നമുക്കിപ്പോൾ അറിയാം ഭയങ്കരമായ ചൂട്. അപ്പോൾ ഈ ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതിന് നമ്മൾ വളരെ തുച്ഛമായ വിലയിലാണ് ഇവിടെ നമ്മൾ ഫലവൃക്ഷങ്ങൾ കൊടുക്കുന്നത്. ഏതൊക്കെ എല്ലാ മരങ്ങളുണ്ടോ? ഇവിടെ ഇന്ത്യൻ, വിദേശി, അങ്ങനെ പല വിധത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് നമ്മളെ കസ്റ്റമറിന് കൊടുക്കുന്നത്. എന്നാൽ ഉയർന്ന വെല്ലുവിളിയാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റാളുകൾക്ക് ഉയർന്ന വാടകയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ വിപണനത്തെയും ഇവ ബാധിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ തലവാടക കുറച്ചുകൊണ്ട് വിപണന മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാവണം എന്നതാണ് ഇഒഎഫിന്റെ പ്രധാന ആവശ്യം.